അസ്സലാമു അലൈക്കും. മലപ്പുറം ജില്ലയിലെ മഞ്ചേരിക്കടുത്ത കാരക്കുന്നിൽ പ്രവർത്തിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് അൽഫലാഹ് ഇസ്ലാമിക് സെൻറ്റർ. അതിൻ്റെ കീഴിൽ ദർസ്, ദാവ കോളേജ്, തഹ്ഫീദുൽ ഖുർആൻ മദ്രസ, പബ്ലിക് ഇംഗ്ലീഷ് മീഡിയം സ്കൂള്, CM മദ്രസ, ത്രിബിയാൻ പ്രീ സ്കൂള് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളൊക്കെ പ്രവർത്തിച്ചു വരുന്നുണ്ട്. ഞാനീ കാണിച്ചിരിക്കുന്നത് ഹിഫ്ളുൽ ഖുർആൻ കോളേജിൻ്റെ ക്ലാസ് രംഗവും ദർസ് വിദ്യാർത്ഥികളുടെ പ്രസംഗം, അതേപോലെ വ്യത്യസ്തമായ ഗാനങ്ങൾ, അങ്ങനെ പല മേഖലയിലും പല ഭാഷകളിലുമായിട്ട് സംസാരിക്കുന്ന ഒരു സെഷനാണ്. അതേപോലെ ഹിഫ്ള് ചൊല്ലിക്കൊടുക്കുന്ന രംഗങ്ങളും ഇങ്ങനെ കുട്ടികളെ വാർത്തെടുത്തുകൊണ്ട് ഭൗതികപരമായിട്ടും ആത്മീയപരമായിട്ടും ഉന്നതിയിലേക്ക് പിടിച്ചുയർത്തുന്ന ഒരു സ്ഥാപനമാണ് അൽഫലാഹ് ഇസ്ലാമിക് സെൻറ്റർ. ഇതുകൂടാതെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുണ്ട് പഠിക്കാനായിട്ട്. അത് നല്ല രീതിയിൽ പ്രവർത്തിച്ചു വരുന്നു. നല്ല അധ്യാപകരും നല്ല ശിക്ഷണത്തോടു കൂടിയുള്ള അധ്യാപകന്മാർ, ഉസ്താദുമാരായിട്ടുള്ള അധ്യാപകന്മാർ, അതേപോലെ നല്ല നല്ല അദബും കാര്യങ്ങളും ഒക്കെ പഠിപ്പിക്കുന്ന ഒരു സെൻ്ററാണ്, ഇസ്ലാമിക് സെൻ്ററാണ്. നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അദബ് എന്നുള്ളത്. അദബ് എന്ന ഒരു പ്ലാറ്റ്ഫോം നിർമ്മിക്കപ്പെടുകയാണ് ഈ ഇസ്ലാമിക് സെൻ്ററിലൂടെ. ഒരുപാട് കുട്ടികൾക്ക് വ്യത്യസ്തമായ രീതിയിൽ കമ്പ്യൂട്ടർ പഠനവും അതേപോലെ തന്നെ എല്ലാ ലൈബ്രറി സംവിധാനങ്ങളും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അടിപൊളി സ്ഥാപനമാണ് ഈ അൽഫലാഹ് എന്ന സ്ഥാപനം. നിങ്ങളെ തൊട്ടടുത്ത് തന്നെ ആയിരിക്കാം, മഞ്ചേരി കാരക്കുന്ന് എന്ന സ്ഥലത്താണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ ഈ സ്ഥാപനത്തിൻ്റെ അന്തരീക്ഷം കാണാൻ വേണ്ടി പറ്റും. തീർത്തും ഗ്രാമാന്തരീക്ഷത്തിൽ ആണ് ഈ സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത്. ഓരോ ഇംഗ്ലീഷ് മാസത്തിലെയും അവസാനത്തെ വെള്ളിയാഴ്ചകളിൽ മഗ്‌രിബിന് ശേഷം ദിക്ർ ദുആ മജ്ലിസ്, അതേപോലെ തന്നെ രണ്ടാം വെള്ളിയാഴ്ചകളിൽ സുബഹിക്ക് ശേഷം ബുർദ മജ്ലിസ്, ഒന്നിടവിട്ട ഞായറാഴ്ചകളിൽ രാത്രി 8 മണിക്ക് ബദ്ർ ബൈത്ത്, വിശുദ്ധ റമദാനിലെ 23 രാവിലെ സമൂഹ നോമ്പുതുറയോടെ ഒരു ഇഹ്യാഉൽ ഉല്ലൈൽ എന്ന പ്രാർത്ഥനാ മജ്ലിസും സംഘടിപ്പിക്കുന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിനുവേണ്ടി സഹകരിക്കുക. സഹകരണം പല രീതികളിലാണ്. ഇത് ഷെയർ ചെയ്ത് സഹകരിക്കാം, സാമ്പത്തികം കൊണ്ട് സഹകരിക്കാം, മുതല്ലിമീങ്ങളെ നൽകിക്കൊണ്ട് സഹകരിക്കാം. നിങ്ങളെ കൊണ്ട് കഴിയുന്നത് എന്താണോ അങ്ങനെ സഹകരിക്കുക. ഈ പ്രവർത്തനം അല്ലാഹു സ്വീകരിക്കട്ടെ.